ഹലോ അസ്സലാമു അലൈക്കും. ചെമ്മീൻ ചെറിയുള്ളി റോസ്റ്റ്. ഇന്ന് നമ്മൾ ചെറിയുള്ളി ഇട്ടിട്ടാണ് കേട്ടോ ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കുന്നത്. സാധാരണ വെല്ലുള്ളി ഇട്ട് ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ കറിക്കൊരു ചെറിയൊരു മധുരം പോലെ ഉണ്ടാവില്ലേ, അത് ഇതിനുണ്ടാവില്ല കേട്ടോ. ചെറിയുള്ളി ഇട്ട് ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ്. കഴുകി വൃത്തിയാക്കിയ ചെമ്മീൻ 1 കിലോന് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1.5 ടേബിൾ സ്പൂണ് എരിവുള്ള മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തത്. അതിനുശേഷം 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിന്. പിന്നെ ഒരു 1/2 സ്പൂണ് ഉപ്പിട്ട് കൊടുത്ത്. പിന്നെ 1 ടേബിൾ സ്പൂണ് വിനാഗിരി ഒഴിച്ചു കൊടുത്ത്. വിനാഗിരിക്ക് പകരം ചെറുനാരങ്ങൻ്റെ നീര് ഒഴിച്ചു കൊടുത്താലും മതി. അപ്പോൾ ഇതെല്ലാം കൂടെ എന്ത് ചെയ്യണം, നല്ലോണം കുഴച്ച് മിക്സാക്കി എടുത്തിട്ട് ഒരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. 1/2 മണിക്കൂറിന് ശേഷം നമുക്ക് ഒരു പാന് അടുപ്പിൽ വെച്ച് ചൂടാക്കി അതിലേക്ക് ഒരു 5-6 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട്, വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം നേരത്തെ മസാല തേച്ച് പിടിപ്പിച്ച ചെമ്മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഒരു 3-4 മിനിറ്റോളം ഇരുവശങ്ങളും തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്ത് എടുക്കണം കേട്ടോ. ചെമ്മീൻ ഫ്രൈ ആകാൻ ഒരു 3-4 മിനിറ്റ് ഒക്കെ മതി. ഒരു ഭാഗം 3-4 മിനിറ്റ് ആക്കുക, അതുപോലെ തന്നെ മറുഭാഗവും 3-4 മിനിറ്റോളം എടുക്കുക. എന്നിട്ട് ഫ്രൈ ചെയ്തത് ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റിയെടുക്കണം കേട്ടോ. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ ആക്കി എടുക്കണം ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ. എന്നിട്ട് ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം ഇതേ പാനിൽ തന്നെ 1 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഞാനൊരു 1/4 സ്പൂണ് കടുക് ഇട്ട് കൊടുത്ത്, പിന്നെ അതിന് ശേഷം ഒരു കഷ്ണം ഇഞ്ചി നീളത്തിന് അരിഞ്ഞത് ഇട്ട് കൊടുത്ത്, പിന്നെ അതേപോലെ ഒരു 10-12 ഇല്ലി ഓളം അല്ലി വെളുത്തുള്ളില്ല, അത് നീളത്തിന് അരിഞ്ഞിട്ട് അതും ഇട്ട് കൊടുക്കാം. പിന്നെ അതാ ഇത്രത്തോളം ചെറിയുള്ളി എടുത്തിട്ടുണ്ട്, ഒരു 35 ചെറിയുള്ളിയൊക്കെ ഉണ്ടാവും. അത് അരിഞ്ഞിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പം മീഡിയം ഫ്ലെയിമിൽ തന്നെയാണ് ഇത് വെക്കേണ്ടത്. പിന്നെ ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കണം. ഉപ്പ് ഞാൻ കൂടുതലായിട്ടൊന്നും ഇട്ട് കൊടുക്കില്ല, ഒരു 1/4 സ്പൂണോളം മതി. നേരത്തെ നമ്മൾ ഇതുണ്ടാക്കുമ്പോൾ എന്തെങ്കിലും മസാല തേക്കുമ്പോൾ അതിലേക്ക് ഉപ്പിട്ട് കൊടുത്തിരുന്നല്ലോ, ചെമ്മീനിൽ മസാല തേക്കുമ്പോൾ അതിലിട്ട് കൊടുത്തിരുന്നല്ലോ. പിന്നെ ഞാൻ ഇതിലേക്ക് പച്ചമുളകാണ് കേട്ടോ. പച്ചമുളക് ഒരു 6 പച്ചമുളക് ഞാൻ കീറിയിട്ട് കൊടുത്താണ്. അതിനുശേഷം എന്ത് ചെയ്ത് ഞാനൊന്ന് മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിൽ തന്നെ ഉള്ളിയൊക്കെ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ മൂടി വെച്ചത്. പിന്നെ ഒരു 1/4 സ്പൂണും കൂടെ മഞ്ഞൾപ്പൊടി, കുറച്ചും കൂടെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്താണ്. മഞ്ഞൾപ്പൊടിയും ഏറണ്ട, നേരത്തെ ഇതിൽ ഇട്ട് കൊടുത്തതാണ്. പിന്നെ കാശ്മീരി മുളക് പൊടി ഒരു 1.5 സ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നല്ലോണം ഇതിൻ്റെയൊക്കെ പച്ചച്ചുവ മാറുന്ന വരെ നല്ലോണം ഇളക്കി കൊടുക്കുക. തീ ഒന്ന് ചെറുതാക്കി വെക്കണം കേട്ടോ, അല്ലെങ്കിൽ മസാല ഒന്ന് കരിഞ്ഞു പോവും. പിന്നെ മല്ലിപ്പൊടിയാണ് ഇതിലേക്ക് ഇട്ടത്, അത് 1 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട്. എന്നിട്ടും നല്ലോണം ഇളക്കി കൊടുക്കുക. ഫ്ലെയിം നല്ല ചെറുതാക്കി വെക്കണം, അല്ലെങ്കിൽ മസാല ഒന്ന് കരിഞ്ഞു പോവും. ഇതിൻ്റെ ഒരു പച്ചച്ചുവ മാറുമ്പോൾ നമുക്കിതിലേക്ക് ഒരു 4 തക്കാളി ഞാൻ നീളത്തിന് അരിഞ്ഞത് ഇതിലിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലോണം ഇളക്കുക കേട്ടോ. നല്ലോണം ഇളക്കി യോജിപ്പിക്കുക. മസാലകളൊക്കെ ഇതിലേക്ക് തക്കാളിയും എല്ലാം മിക്സായി നല്ലോണം ആവുന്ന വരെ ഇളക്കി കൊടുക്കുക കേട്ടോ. തക്കാളി ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 2-3 മിനിറ്റ് ഞാൻ മൂടി വെച്ചിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് തക്കാളി. എന്നിട്ട് അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുത്ത്, പിന്നെ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച് മാറ്റി വെച്ചില്ലേനു ഇത് ചെമ്മീൻ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലോണം ഇളക്കി കൊടുത്തിട്ട് ഒരു 5-6 മിനിറ്റോളം മൂടി വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുത്തിട്ടുണ്ട്. അതുകൊണ്ടോ സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഉള്ളിയൊക്കെ നല്ലോണം വെന്ത് ഉടഞ്ഞ് നല്ലോണം ഇതിലേക്ക് ഗ്രേവി ആയിട്ട് നല്ല ഇതിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ലാസ്റ്റ് മല്ലിയിലല്ലേ അത് അരിഞ്ഞ് ഇതിൻ്റെ മുകളിലൊക്കെ ഒന്ന് ഇട്ട് കൊടുത്ത് നല്ലോണം ഇളക്കി യോജിപ്പിച്ച് എടുത്ത്. എനിക്ക് ഈ മല്ലിച്ചപ്പിൻ്റെ നല്ല ഫ്ലേവറും കാര്യങ്ങളും ഇഷ്ടമായതുകൊണ്ട് ഞാൻ കുറച്ച് അധികം ഇട്ടു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ മല്ലിച്ചപ്പിൻ്റെ ഒരു ടേസ്റ്റും കാര്യങ്ങളും. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് അധികം ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത്. അപ്പം കറിയൊക്കെ നല്ലോണം സെറ്റായി റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഈ ചെറിയുള്ളി ഇട്ട് ഇങ്ങനെ ചെമ്മീൻ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ വെച്ച് നോക്കിയിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് വെച്ച് നോക്കി. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങളിത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും
മറക്കരുത് കേട്ടോ. പിന്നെ എൻ്റെ ഭാഗത്ത് എന്തെങ്കിലും ഫാൾട്ട് സംസാരത്തിൽ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. ഓക്കെ, താങ്ക് യു.